എല്ലാവർക്കും നമസ്കാരം. ഇറ്റലിയിൽ നിന്ന് പറന്നിറങ്ങിയ ഒരു കൃഷ്ണാനുഭവത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. എന്താ ഗോവിന്ദ, നിലവിളിക്കല്ലേ. ഞാനിത് അനുഭവം പറയട്ടെ. ഓക്കെ ഗോവിന്ദ. അതെ, ഹരേ കൃഷ്ണ. എൻ്റെ ശ്രീകാന്ത് സാർ, ഞാൻ ഇറ്റലിയിൽ നിന്നാണ്. ഇന്നലെ രാത്രിയിൽ എനിക്ക് വളരെ വലിയൊരു അനുഭവം ഉണ്ടായിട്ടോ. ഒരു ബുക്കിൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇറ്റലിയിൽ പഠിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് വേണമെന്ന് എൻ്റെ വീട്ടിലെ മകളോട് പറഞ്ഞു. അവൾ വരാൻ വൈകിയത് കൊണ്ട് ഇവിടെ ഇരുന്നൊരു പഴയ ഡയറിയിൽ എഴുതി പഠിക്കാൻ തുടങ്ങിട്ടോ. അത് വലിയൊരു ഡയറി ആയിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ എനിക്ക് ഒരു ബുക്ക് കൊണ്ടുവന്ന് തന്നു. ബുക്കിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ ഇടാം. 2-3 ദിവസമായിട്ട് ഈ ബുക്കിൽ ഒന്നും എഴുതാൻ എനിക്ക് പറ്റുന്നില്ല. പറ്റാത്തതല്ല, ഞാൻ മറ്റേ ബുക്കുണ്ടല്ലോ, മറ്റേ തീർന്നിട്ട് ഇതിൽ എഴുതി പഠിക്കാം. അല്ലെങ്കിൽ ഞാൻ കണക്ക് എഴുതുന്ന ബുക്ക് തീർന്നു പോയി. 1-ാം തീയതി സാലറി കിട്ടുമ്പോൾ എന്തായാലും കണക്കുകൾ എഴുതാനുണ്ട്. അപ്പോൾ പുതിയ ബുക്കിൽ എഴുതാമെന്ന് കരുതി. അപ്പോഴാണ് ഇന്നലെ രാത്രി ഞാനൊരു യൂട്യൂബർ സിംഗിൾ ബോബൻ്റെ 1 വർഷം മുമ്പുള്ള വീഡിയോ കാണുവാനിടയായി. എനിക്കാണെങ്കിൽ ഇവിടെ നാട്ടിൽ വരാനുള്ള പേപ്പർ പ്രശ്നങ്ങളുണ്ട്. നാട്ടിൽ വരണമെങ്കിൽ പേപ്പർ ശരിയാകണം. എപ്പോഴും ഗുരുവായൂർ വരുന്നത് സ്വപ്നം കാണാറുണ്ട്. അപ്പോഴാണ് ഇവിടുത്തെ ഫ്ലൂസി എന്ന് പറഞ്ഞൊരു പേപ്പർ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ അത് കിട്ടുകയാണെങ്കിൽ നാട്ടിൽ വന്ന് ഗുരുവായൂരൊക്കെ ഒന്ന് പോരാമായിരുന്നു എന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ഈ സിംഗിൾ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഭഗവാനോട് എഴുതി വെക്കാൻ പറഞ്ഞു. പെട്ടെന്നാണ് ഞാൻ ഓർത്തത്, അയ്യോ എൻ്റെ കയ്യിൽ ഒരു പുതിയ ബുക്ക് ഇരിപ്പുണ്ടല്ലോ. ഞാൻ അതിൽ ഇന്നലെ രാത്രി മുതൽ എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് ഭഗവാനെ ബുക്കിലേക്ക് എഴുതാൻ തുടങ്ങിട്ടോ. എനിക്ക് ഭഗവാൻ പേപ്പർ ശരിയാക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരുക്കിയതാവും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കിട്ടിയാലും ഇല്ലെങ്കിലും എനിക്ക് വളരെ സന്തോഷം. ഭഗവാനെ, എനിക്ക് കൂടുതൽ സമയം അറിയാൻ പറ്റുമല്ലോ. ഇവിടെ ഇപ്പോൾ സമയം രാവിലെ 5 മണി. എൻ്റെ അമ്മ ഭയങ്കര കൃഷ്ണഭക്തിയായിരുന്നു. 34 വർഷം മുമ്പ് കൃഷ്ണനെ അമ്മയെ കാണാൻ വീട്ടിൽ വന്ന കഥ മറ്റൊരിക്കൽ പറയാട്ടോ. എൻ്റെ മക്കളെ സന്ദീപ് എന്ന ചെറുപ്പക്കാരൻ്റെ രൂപത്തിൽ മാൾട്ടയിൽ എത്തിച്ച എൻ്റെ ഭഗവാൻ, ഭർത്താവിൻ്റെ മഞ്ഞപ്പിത്തം മാറ്റിയ ഡോക്ടറായ ഗുരുവായൂരപ്പൻ, അങ്ങനെ എത്ര 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 അത്ഭുതങ്ങൾ നടത്തിയ മായാജാലക്കാരനാണ് എൻ്റെ ഗുരുവായൂരപ്പൻ. ലെങ്തിയായെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഭഗവാന്റെ കഥകൾ പിന്നെയും എനിക്ക് എഴുതാനുണ്ട് കേട്ടോ. നിങ്ങൾ എഴുതുക കേട്ടോ, നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതുക. ഭഗവാനോട് സംസാരിക്കുന്നത് മാതിരി തന്നെ നിങ്ങൾ എഴുതുക. ഇതൊരു പുതിയ ഒരു അറിവാണല്ലേ, ആവശ്യങ്ങൾ എഴുതുക എന്ന് പറയുന്നത്. അങ്ങനെ എഴുതുന്നവരുണ്ടാവാം. നമ്മളുടെ സ്വപ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ ഭഗവാനോട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് എഴുതുക. അപ്പം ഭഗവാൻ കേൾക്കല്ലോ, ഭഗവാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു മറുപടി തരാതിരിക്കില്ല. ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു കേട്ടോ. എന്താ കഥ? ഭഗവാനെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാട്ടോ, ജോയിൻ ബട്ടണിലൂടെ വരണം. വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ. ഹരേ കൃഷ്ണ.